റസൂലുള്ള പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇന്ന ഫിൽ ജന്നത്തി ഖുറഫാ, രാത്രിയിൽ ചില മണിമാളികകളുണ്ട്, ചില റൂമുകളുണ്ട്. തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ, ആ റൂമുകളുടെ ഉള്ളുകളിൽ നിന്ന് പുറം ഭാഗം നന്നായി കാണാൻ കഴിയും. വബുതൂനുഹാ മിൻ ളുഹൂരിഹാ, ആ റൂമുകളുടെ ഉൾഭാഗം പുറമെ നിന്നും കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത്രയും തിളക്കമുള്ള, അത്രയും സൗന്ദര്യമുള്ള റൂമുകൾ, പ്രത്യേക കൊട്ടാരങ്ങൾ നിസ്കരിക്കുന്ന ആളുകൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഒരു അറാബി ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കുള്ളതാണ് ഈ ആ വീടുകൾ? ആർക്കൊരുക്കപ്പെട്ട വീടുകളാണ്, കൊട്ടാരങ്ങളാണത്? ഖാല, റസൂലുള്ള മറുപടി പറഞ്ഞു, ലിമൻ അതാബൽ കലാം വഅത്അമ അത്'ആം വഅദാമ അസ്സിയാം വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് സ്വർഗത്തിലെ ഈ കൊട്ടാരങ്ങളെന്ന്, അതീവ സുന്ദരങ്ങളായ കൊട്ടാരങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തത് ലിമൻ അതാബൽ കലാം, നല്ല വാക്ക് പറയുന്നവൻ, തോന്നിവാസം പറയുന്നവനല്ല, വായെടുത്താൽ ചീത്ത പറയുന്നവനല്ല, പരിഹസിക്കുന്നവനല്ല. ത്വയ്യിബുൽ കലാമാണ്, നല്ല വർത്തമാനം പറയുന്നവനാണ്, പടച്ചവന് പൊരുത്തമുള്ള വർത്തമാനം പറയുന്നവനാണ്. അങ്ങനെ നല്ല വർത്തമാനം പറയുന്നയാള്. അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണം ആവശ്യമാകുമ്പോൾ ആളുകൾക്ക് തിന്നാൻ കൊടുക്കുന്നവരാണ്, ആളുകൾക്ക് നടത്തുന്നവരാണ്. മൂന്നാമത് പറഞ്ഞു വഅദാമസ്സിയാം, നോമ്പിനെ ദായിമാക്കിയവനാണ്, എന്നും നോമ്പ് നോൽക്കുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ 365 ദിവസവും എന്നല്ല, പക്ഷേ സുന്നത്തായി പഠിപ്പിച്ചിരിക്കുന്ന നോമ്പുകളെയും അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പുകൾക്ക് പുറമെ സുന്നത്തായ നോമ്പുകളും എടുക്കുന്ന ആളുകൾ, ദായിമായി ചെയ്യുന്ന ആളുകൾ. വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങവേ അള്ളാഹ്ക്ക് വേണ്ടി എണീറ്റ് നിസ്കരിക്കുന്ന, രാത്രികൾ നിസ്കരിക്കുന്നവർ. ഈ 4 വിഭാഗം ആളുകൾക്കുള്ളതാണ് സ്വർഗത്തിലെ ഈ കൊട്ടാരങ്ങളെന്ന്, ഈ റൂമുകളെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, രാത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം, എനിക്ക് നിസ്കരിക്കണമെന്ന നിയ്യത്തോട് കൂടെ കിടന്നു. ഒരുപക്ഷെ ക്ഷീണം കൊണ്ടവൻ ഉറങ്ങിപ്പോയി, എന്നാലും അത് ഉദ്ദേശിച്ചവനാണല്ലോ, അത് കരുതിയവനാണല്ലോ എന്ന നിലക്കവനിക്ക് കൂലിയുണ്ടാകും. രാത്രി കിടക്കുന്ന സമയത്ത് എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്ന് കരുതി കിടന്നാൽ, മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ ബില്ലൈൽ, രാത്രിയിൽ നിസ്കരിക്കണം, രാത്രി എണീക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ കിടപ്പറയിൽ ചെന്നു. ഫഗലബത്ഹു ഐനാ, അങ്ങനെ കണ്ണ് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഹത്താ അസ്ബ, നേരം വെളുക്കോളം ഉറങ്ങിയിട്ട് നേരം വെളുക്കോളം സുബഹിയാകോളം ഉറങ്ങി. കുതിബ ലഹു മാ നവാ, അവന് കരുതിയതിനെ അള്ളാഹു അവനിക്ക് രേഖപ്പെടുത്തി വെക്കും. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി കരുതിയില്ലേ, അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച ഒരു ഹസനത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. വകാന നൗമുഹു സദഖ അലൈഹി മിർ റബ്ബിഹി, അപ്പോ ഉറങ്ങിയതോ അത് റബ്ബിൽ നിന്ന് നിനക്ക് കിട്ടിയ ദാനമാണ്, സദഖയാണ്. കിട്ടിയ ഉറക്കം അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ സദഖയാണ്, ദാനമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിസ്കരിക്കാൻ കരുതുന്ന ആൾക്ക് പോലും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം മുഅ്മിനീങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് മുഅ്മിനിന്റെ ശറഫാണ്, മുഅ്മിനിന് കിട്ടുന്ന ഒരു പ്രത്യേക ബഹുമാനമാണ്, ശ്രേഷ്ഠതയാണ് രാത്രിയിലെ നിസ്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇശ് മാ ശിഅത ഫഇന്നക മയ്യിത്, നിങ്ങൾ ഇഷ്ടമുള്ള കാലത്രയും ജീവിച്ചോളൂ, പക്ഷെ എന്തായാലും മരിക്കും. ഇഷ്ടമുള്ള കാലമത്രയും ജീവിച്ചോളൂ, പക്ഷേ ഇന്നക മയ്യിത്, നിങ്ങൾ മരിക്കേണ്ട ആളാണ്. അങ്ങനെ എന്നും ജീവിക്കൂല, ഒരിക്കലും മരിക്കും. വഅഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം സ്നേഹിച്ചോളൂ, പക്ഷേ അവരെയെല്ലാം പിരിഞ്ഞു പോകുന്നയാളാണ്. ഒരാളെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച് എന്നും അവരുമായുള്ള ബന്ധം കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അവരൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പൊ ആ നിലക്കുള്ള സ്നേഹം മതികർത്ഥം. നിങ്ങൾ ഇഷ്ടമുള്ളവരെ സ്നേഹിച്ചോളൂ, അവരെ പിരിയേണ്ട ആളാണ് നിങ്ങൾ. വഅമൽ മാ ശിഅത, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ.
ഫഇന്നക മജ്സിയുൻ ബിഹി, ചെയ്ത കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് പ്രതിഫലമുണ്ടാകും. നന്മയാണെങ്കിൽ നന്മ കിട്ടും, തിന്മയാണെങ്കിൽ തിന്മയും കിട്ടും. മാത്രമല്ല വഅലം, നിങ്ങൾ അറിയണേ, അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശറഫ്, അവന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അവൻ രാത്രിയിൽ നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. രാത്രിയിലെ നിസ്കാരമാണ് ഒരു മുഅ്മിനിന്റെ ശറഫ്. വഇസ്സുഹു, അവന്റെ ഇസ്സത്ത്, അവന്റെ പ്രതാപം, അവന്റെ സ്റ്റാറ്റസ്. ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളെ ആശ്രയിക്കാതിരിക്കലാണ്, ജനങ്ങളെ തൊട്ട് ഐശ്വര്യമാകലാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ